ഞാൻ ശരിക്കും ഒരു 4-5 കൊല്ലം മുമ്പ് ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ വലിയൊരു വിരോധിയായിരുന്നു. പിന്നെ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റ് ഉണ്ട്, EVയുടെ ടയർ തീരും എന്നുള്ളത്. ഇതുണ്ടല്ലോ, ഇതിൻ്റെ സ്പീഡോമീറ്റർ എന്തോ എറുണ്ടെന്നോ ഇല്ല, ചുമ്മാ കാശ് കൊടുത്താലൊന്നും കിട്ടുന്ന സാധനമല്ല റെഡ് ഡോട്ട് അവാർഡെന്ന് പറയുന്നത്. സ്വിഫ്റ്റ് മാറി. എൻ്റെ ദൈവമേ. പിന്നെ ഇനി ഇതിൻ്റെ പോരായ്മകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ റോഡിൽ മരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇച്ചിരി മടിയാ വരാൻ. ഞാൻ ശരിക്കും ഒരു 4-5 കൊല്ലം മുമ്പ് ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ വലിയൊരു വിരോധിയായിരുന്നു. അതിനൊരു റീസൺ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഡ്രൈവ് ചെയ്തൊരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഒരു മീഡിയ ഡ്രൈവിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതുപോലെ മീഡിയ ഡ്രൈവ്സ് ഒന്നും വിളിക്കത്തില്ല. ഒരു ഡീലറിൻ്റെ അടുത്ത് സംസാരിച്ച് വണ്ടി ഒപ്പിച്ചു. ഒരു മണിക്കൂർ നേരമാണ് നമ്മൾ റിവ്യൂ എടുത്തത്. നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് അറിയാം, ആക്സലേഷൻ ടെസ്റ്റ് ഉണ്ട്, ബ്രേക്ക് ടെസ്റ്റ് ഉണ്ട്, കുറച്ചുകൂടെ അതിൻ്റെ പെർഫോമൻസ് നമ്മൾ എത്രമാത്രം ഉണ്ടെന്നുള്ള അനലൈസ് ചെയ്യും. അങ്ങനെ അനലൈസ് ചെയ്തപ്പം ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറും കൊണ്ട് 100% കിട്ടിയ എൻ്റെ വണ്ടിക്ക് 18% ചാർജായി. അതോടുകൂടി എനിക്ക് മനസ്സിലായി, ഓക്കെ, EV ഈസ് നോട്ട്, ഈ ഒരു ടെക്നോളജി ഒട്ടും അഡാപ്റ്റഡ് ആയിട്ടില്ല, ഒട്ടും അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സിനാരി മനസ്സിലായി. പണ്ട് MA കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ ഞങ്ങൾ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ വർക്ക്ഷോപ്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നല്ലോ, അത് ചെയ്തു. അന്ന് മറ്റേ ഈവറിട്ടോ അല്ലെങ്കിൽ രേവ എന്നൊക്കെ പറഞ്ഞ വെഹിക്കിൾസ് ഉണ്ടല്ലോ, അതൊക്കെ വന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കൊച്ചിയിൽ നിന്ന് നമ്മുടെ അവിടെ വന്നിട്ട് അത് സ്ലോ ചാർജേ ഉള്ളൂ. തിരിച്ചു പോകണമെങ്കിൽ അവരൊരു ദിവസം അല്ലെങ്കിൽ 1/2 ദിവസം കണ്ട് വണ്ടി ഇട്ടിട്ട് വീണ്ടും കുത്തിയിട്ട് ചാർജ് ചെയ്തിട്ടാണ് അവർ തിരിച്ചു പോയത്. പക്ഷേ ഇന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് വളരെയധികം ആരാധിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എല്ലാ സെഗ്മെൻറ്റും അല്ല, ഒരു മേ ബി ഒരു 30 lakhs അണ്ടർ അല്ലെങ്കിൽ 25 lakhs അണ്ടറിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു EVയുടെ വളരെയധികം അല്ലെങ്കിൽ ഡൈ ഹാർഡ് ഫാനാണെന്ന് പറയാൻ പറ്റും. എല്ലാ വെഹിക്കിൾസും ഇല്ല, കുറേയധികം വെഹിക്കിൾസ്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കിടക്കുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ Sierra EV ആണ്. ഇപ്പോൾ Sierra EV Sierra EV അല്ല, നോർമൽ Sierra 1991 ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ശരിക്കും ഒരു വിപ്ലവം കുറിച്ചിട്ടാണ് വന്നെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ പോലും ആ ഒറിജിനൽ Sierra കാണുമ്പോഴത്തേക്കും നമുക്ക് റോഡിൽ കൂടെയൊക്കെ ആ ഒരു വെഹിക്കിൾസ് പോകുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു രോമാഞ്ചം വരുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈൽ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഡിസൈനിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലാണ് ടാറ്റ അവരുടെ Sierraനെ 2025 ലോഞ്ച് ചെയ്തത്, കഴിഞ്ഞ കൊല്ലം. ഇപ്പോൾ ഏകദേശം 40,000-ന് മുകളിൽ Sierra, അതായത് ഐസ്, അതായത് പെട്രോൾ, ഡീസൽ, അവരുടെ 2 പെട്രോൾ എഞ്ചിനുണ്ട്, ഒരു ഡീസൽ എഞ്ചിനുണ്ട്. അതും എല്ലാം കൂടെ കൂട്ടി ഇപ്പോൾ ഏകദേശം ഈ ഒരു 6-7 മാസത്തിനുള്ളിൽ അവർ ഏതാണ്ട് 40,000-50,000 യൂണിറ്റ് സെല്ല് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അന്നും ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്ന മോഡൽ Sierra EV ആണ്. അപ്പോൾ ഇന്ന് ടാറ്റ അവരുടെ Sierra EV ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ക്വാഡ് വീൽ ഡ്രൈവ്, അതായത് നമുക്ക് 4 വീൽസിലും പവർ വരുന്ന രീതിയിൽ ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം, അതിനെ അവർ ക്വാഡ് വീൽ ഡ്രൈവ് എന്നാണ് വിളിക്കുന്നത്. ക്വാഡ് വീൽ ഡ്രൈവ് സിസ്റ്റം ആയിട്ടാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ കോയമ്പത്തൂരാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് കൂടെ വരുന്നുണ്ട്. അവർ 2 പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് Sierra EV, അപ്പോൾ അത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഇന്നലെയാണ് വന്നത്, അപ്പോൾ ഇന്നലെ കുറച്ച് ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തു. അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇട്ടാക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ അകത്ത് അതിൻ്റെ കുറച്ച് ഓഫ് റോഡിങ് ബിറ്റിക്സും കൂടി ഈ വീഡിയോയിൽ നമ്മുടെ ഈ ഫുൾ റിവ്യൂവിൻ്റെ അകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല, ലോകത്തിൽ റെഡ് ഡോട്ട് അവാർഡ് എന്ന് പറഞ്ഞൊരു ഡിസൈൻ അവാർഡ് കൊടുക്കുന്നുണ്ട്. അതായത് ഓട്ടോമോട്ടീവ് എന്തൂസിയാസിന് അല്ല, ഓട്ടോമോട്ടീവ് കമ്പനികളെ സംബന്ധിച്ചിട്ട് നമുക്ക് യൂഷ്വലി കിട്ടുന്ന കമ്പനീസ് ഞാൻ പറഞ്ഞുതരാം. ഫെറാറിയുടെ ഡിസൈനുകൾ അല്ലെങ്കിൽ പോർഷിൻ്റെ ഡിസൈനുകൾ, അങ്ങനെ അത്രയധികം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് കിട്ടുന്ന വെഹിക്കിൾസിനാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഡിസൈൻഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന റെഡ് ഡോട്ട് അവാർഡ് കൊടുക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ സ്വന്തം ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ടാറ്റയ്ക്കാണ് 2025 റെഡ് ഡോട്ട് അവാർഡ് കിട്ടിയത്. ഏത് മോഡലിനാണെന്നറിയാം? നമ്മുടെ Sierraയ്ക്ക്. അത്രയധികം ഡിസൈനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇവനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ്, അതായത് നോർമൽ പെട്രോൾ ഡീസലും അതുപോലെ തന്നെ EVയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മെയിൻലി ഈ ഒരു ഫ്രണ്ടിലത്തെ ഒരു ഗ്രില്ലിൻ്റെ പോർഷനാണ്. എനിക്ക് പേഴ്സണലി ഈ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഐസാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രിക് ആണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിന് ശരിക്കും ഡിസൈൻ അത്ര പ്രയോറിറ്റി കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു DRL കണ്ടോ, ഇത് ശരിക്കും ആ ഒരു ഡിസൈൻ എലമെൻറ്റ് പോകുന്ന രീതിയിൽ കോർണർ ചെയ്ത് വളഞ്ഞ് ദാണ്ട കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ഒരു DRLs കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്കും ലോകത്തിലെ തന്നെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ്സ് ആണ് ടാറ്റ ഇതിന് കൊടുത്തിരിക്കുന്നത്. തിന്നസ്റ്റ് ആണെന്ന് വിചാരിച്ച് ഇതിന് പവറില്ലാന്ന് വിചാരിക്കേണ്ട, സെഗ്മെൻറ്റിലെ എന്നല്ല, ഈ ഒരു കാറ്റഗറിയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് ഈ പറയുന്ന ഏറ്റവും തിന്നസ്റ്റ് ഹെഡ്ലൈറ്റ് ആയിട്ട് ടാറ്റ കൊടുത്തിരിക്കുന്ന ഈ സാധനം. ഇതിൻ്റെ അകത്ത് എനിക്കിന്ന് വീഡിയോ ബ്രീഫിംഗ് കിട്ടിയപ്പോൾ എനിക്ക് ഒരു ഇൻഫർമേഷൻ കൂടെ കിട്ടി. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറവായിരിക്കും, അതായത് സ്ലോ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ, നമ്മൾ ഫാസ്റ്റ് സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടെ അഡാപ്റ്റഡ് ആവും, കുറച്ചുകൂടെ ഹൈ ഇൻറ്റൻസ് ആവും, നമുക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. താഴെ താണ്ടവൻ്റെ ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു 3 കളർ ഷെയ്ഡും നമുക്ക് പറയാൻ പറ്റും. താഴെ ഒരു അലുമിനിയം ഷെയ്ഡ് പോകുന്നുണ്ട്,
ഇത് നമ്മുടെ സെൻസറുകളാണ് കേട്ടോ. ഇത് ലെവൽ 2+ ADAS സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്, നോർമൽ ലെവൽ 2 അല്ല. എനിക്ക് തോന്നുന്നു CR-നേക്കാളും കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുണ്ട് CR-യുടെ EV വന്നപ്പോഴത്തേക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 2 നല്ല അടിപൊളി ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താണ്ടെ ആ ഒരു കംപ്ലീറ്റ്ലി ഒരു ക്ലോസ്ഡ് പോർഷനിലാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ 360 ഡിഗ്രി ക്യാമറ. തെറ്റിപ്പോയി, എൻ്റെ മിസ്റ്റേക്കാണ്. 360 ഡിഗ്രി ക്യാമറയല്ല, 540 ഡിഗ്രി ക്യാമറയാണ് ടാറ്റ CR EV കൊടുക്കുന്നത്. അതായത് നമുക്ക് അടിയും കൂടെ കാണാൻ പറ്റും. അടി വല്ല കല്ല് കിടപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിലോ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അത് മാത്രമല്ല ഈ ക്യാമറയ്ക്ക് മൂവ്മെൻറ്റ് വരുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ തിരിയുന്ന അനുസരിച്ചിട്ട് ക്യാമറ ആംഗിൾസും കൂടെ മാറും. അത് CR-ക്കകത്തില്ല, CR EV-ക്കകത്ത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ അകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ താണ്ട് ഇതിൻ്റെ ബോണറ്റ് വരുന്ന ക്ലാം ഷെൽ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ബോണറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് താണ്ട് ഈ ഒരു സ്റ്റൈലിൽ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ ത്രൂ ഔട്ട് പോകുന്ന ആ ഒരു ബോഡി ലൈൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ക്ലാം ഷെൽ ഡിസൈനിങ് വരുന്നതുകൊണ്ടാണ്. ഇതും വളരെയധികം പ്രീമിയം കാസ്റ്റിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. വി ഷുഡ് ബി പ്രൗഡ് ആക്ച്വലി. അതായത് ഇതുപോലൊരു പ്രൊഡക്റ്റിൽ നമുക്ക് ഇന്ത്യക്കാർ ഉണ്ടാക്കിയ ഒരു സ്വന്തം പ്രൊഡക്റ്റിൽ, നമ്മുടെ ഇൻഹൗസ് പ്രൊഡക്റ്റിൽ ഇത് കിട്ടുന്നു എന്നുള്ളത്. പിന്നെ ഇവിടെ വരുമ്പോൾ തൻ്റെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്സ് ആണ് തൻ്റെ ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. ഇതിന് 3-4 കളർ ഷെയ്ഡ് ഉണ്ട്. ഇതൊരു സിഗ്നേച്ചർ കളറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാട്ടോ, ഒരു ഏകദേശം ഒരു വയലറ്റ് പോലെ. നിങ്ങൾക്ക് വീഡിയോക്കകത്ത് എങ്ങനെ കാണുന്നത് എനിക്കറിയത്തില്ല. രണ്ടെങ്കിൽ ആ കാണിച്ചു കൊടുത്ത് ആ പോകുന്നതാണ് നമ്മുടെ പ്യുവർ ഗ്രേ എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നത്. നമ്മുടെ ബാക്കിൽ കിടക്കുന്നതാണ് ഋഷികേഷ് ബ്ലൂ സംതിങ്. ദാറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കളേഴ്സ്. പക്ഷേ അതെല്ലാവരും അതാ റിവ്യൂ ചെയ്യുന്നത്. ഇത് കുറച്ച് റെയർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഈ കളർ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും തൻ്റെ 19 ഇഞ്ചിൻ്റെ വലിയൊരു അലോയ് വീൽസാണ് CR EV-ക്ക് ടാറ്റ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല തൻ്റെ വളരെയധികം റോഡ് നോയ്സ് ഒക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള സോഫ്റ്റ് മെറ്റീരിയൽസും കൊണ്ടാണ് ഈ ഒരു ടയറിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വീതി ഞാൻ നോക്കിയിട്ട് 225/55 ഇതിൻ്റെ വീതി വരുന്നത്. പിന്നെ എല്ലാവരും പറയുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്, EV-യുടെ ടയർ തീരും എന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള വണ്ടികൾ ഈ ക്വാഡ് വീൽ ഡ്രൈവ് വെഹിക്കിളിന് വരുന്നത് 504 ന്യൂട്ടൺ മീറ്ററാണ്. 504 ന്യൂട്ടൺ മീറ്റർ. അതുകൊണ്ട് തന്നെ 0 to 100 ഏതാണ്ട് 5.8 സെക്കൻഡ്സും കൊണ്ട് ഇവൻ അച്ചീവ് ചെയ്യും. അതുപോലെ തന്നെയാണ് ടാറ്റയുടെ ഹാരിയർ എന്ന് പറയുന്നത്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. അപ്പോൾ അത്രയും ടോർക്ക് വരുമ്പം ഓഫ് കോഴ്സ് നമ്മൾ ടയറിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടെ സ്ട്രെയിൻസ് വരും. ഇപ്പോൾ നിങ്ങളിതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മൾ ഈ ഒരു പവർ ഫിഗേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ഒരു സൂപ്പർ കാറിൽ കൊടുത്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ BMW-ൻ്റെ 5 സീരീസ് അല്ലെങ്കിൽ 7 സീരീസിലൊക്കെ ഉണ്ടായിരുന്നൊരു പവർ ഫിഗേഴ്സാണ് ടാറ്റ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള നമുക്ക് മേ ബി ഒരു 18 പോയിൻ്റ് അല്ലെങ്കിൽ 25 lakhs കിട്ടുന്ന മോഡൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടയർ കൺസപ്ഷൻ കൂടുതൽ വരുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് പവർ കൊടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെങ്കിലും ടയർ തരും, കാരണം അത്രയധികം ടോർക്കാണ് അതിന് വരുന്നത്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നത്, ഞാൻ പണ്ട് വെർണ യൂസ് ചെയ്യാറുണ്ടല്ലോ, വെർണ ഞാൻ നല്ല അഗ്രസീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ടയർ മൈലേജ് എന്ന് പറഞ്ഞാൽ 23,000 കിലോമീറ്ററാണ്. നമ്മുടെ BM ആണെങ്കിൽ 18,000-20,000 കിലോമീറ്ററാണ് അതിൻ്റെ ടയർ ലൈഫ് കിട്ടുന്നത്. സോ ദ സെയിം തിങ് നിങ്ങളത് എക്സ്പെക്ട് ചെയ്തോളൂ. ടയർ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള EVs വരുമ്പോൾ കുറച്ച് കുറവായിരിക്കും നോർമൽ വെഹിക്കിൾസിനേക്കാൾ. എന്നാൽ നമ്മുടെ ടിയാഗോ EV-യോ പഞ്ച് EV ഒന്നും എടുത്തു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം അത് ദാറ്റ്സ് മെയ്ഡ് ഫോർ എ ലിറ്റിൽ മോർ കുറച്ചുകൂടി ഒരു എവറി ഡേ യൂസ്, അല്ലെങ്കിൽ ഇത്രയും പവറിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു മോഡലല്ല അത്. അപ്പോൾ അതുകൊണ്ടാണ് ടയർ ലൈഫ് കുറയുന്നത്. എന്നാൽ പോലും നമ്മൾ ടോട്ടൽ കാൽക്കുലേഷൻ വെച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ടയർ മാറിയാൽ പോലും നിങ്ങൾക്ക് പ്രോഫിറ്റബിളാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ 10 ലക്ഷം രൂപയുടെ ഒരു വണ്ടി മേടിച്ചു. 10 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചാൽ നോർമൽ ഒരു പെട്രോൾ കാർ ആണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററോടെ മിനിമം 8 to 12 രൂപ വരും. നമുക്ക് 10 എന്നുള്ള ആവറേജ് കൂട്ടാം, 10 രൂപ അല്ലേ? അപ്പോൾ 1 ലക്ഷം കിലോമീറ്റർ ഓടണമെങ്കിൽ എത്ര രൂപയായി? 10 ലക്ഷം രൂപയായി. ഇപ്പോൾ നമ്മൾ ടിയാഗോ എടുത്താൽ മതി, 10 ലക്ഷം രൂപയാവും 1 ലക്ഷം കിലോമീറ്റർ ഓടണമെങ്കിൽ, നോർമൽ ഒരു പെട്രോൾ അല്ലെങ്കിൽ ഒരു ഡീസൽ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ. ഇനി അതേസമയം നമ്മുടെ EV ആണെന്നുണ്ടെങ്കിലോ, നമ്മൾ വീട്ടിലും കൂടെയാണ് കുത്തിയിടുന്നെങ്കിൽ ഒരു 1 ലക്ഷം രൂപ വരുന്നത്, 1 കിലോമീറ്റർ ഓടാൻ 1 രൂപ വരത്തുള്ളൂ. ഇനി അതല്ല നമ്മൾ ഒരു മിക്സ്ഡ് യൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 lakhs നമ്മൾ കൂട്ടിക്കും. അവിടെ നമുക്ക് കിട്ടിയ ലാഭം എത്രയാണ്? 8.5 lakhs. ഇത് നിങ്ങൾ വണ്ടി വിൽക്കാൻ നേരം നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ദിസ് ഈസ് മച്ച് മോർ പ്രോഫിറ്റബിൾ ഫോർ യു. അത് മാത്രമല്ല, നമ്മുടെ EV ആകുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. നമുക്ക് കംഫർട്ട് വളരെയധികം കൂടുതലാണ്. ഏറ്റവും ബെസ്റ്റ് ഒരു ഓട്ടോമാറ്റിക് ആണെന്ന് പറയാൻ പറ്റും. സൗണ്ടില്ല, ബഹളമില്ല, വളരെ എഫിഷ്യൻ്റാണ്. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിശ്വസിക്കുക, നിങ്ങളൊരു EV എടുത്തൊരു 10-15 കിലോമീറ്റർ ഒന്ന് ഓടിച്ച് നോക്കും. പ്ലീസ്, യു വിൽ ഫെൽ ഫോർ ഇറ്റ്. ട്രസ്റ്റ് മീ, യു വിൽ ഫെൽ ഫോർ ഇറ്റ്. ഇതിൻ്റെ അകത്ത് ഒരൊറ്റ ബുദ്ധിമുട്ടാണ് വരത്തുള്ളൂ. അതായത് ഇൻഫ്രാസ്ട്രക്ചറില്ല. നമ്മൾ പ്ലാൻ ചെയ്യാതെ പോയാൽ നമ്മൾ വഴി കിടക്കും. ഒന്ന് പ്ലാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു മാക്സിമം ഒരു 300 കിലോമീറ്റർ ഓടുന്ന ആളാണെങ്കിൽ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് എടുത്തു. അതേസമയം നിങ്ങൾ ഡെയിലി ട്രിവാൻഡ്രം തൊട്ട് മറ്റേ കാസർഗോഡ് വരെ പോകുന്നു, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ വളരെ റേഞ്ചുള്ള ഒരു EV എടുക്കണം. ഇല്ലെങ്കിൽ ഗോ ഫോർ പെട്രോളോ ഡീസൽ. അല്ലാത്തൊരു സാധാരണ ഒരു ബയ്യർ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല ടെക്നോളജി യൂസ് ചെയ്യും. പ്ലീസ് യു വിൽ താങ്ക് മീ ലേറ്റർ. ഓക്കെ, അതാണ് നമ്മുടെ ടയറിൻ്റെ ഒരു സിനാരിയോ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ CR-ക്കകത്ത് കണ്ട സെയിം ഡിസൈൻ സ്റ്റൈലാണ്. എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. അതുകൊണ്ട് ഇതാണ് ആ ഒരു പഴയ ഒരു 1991 എന്നുള്ള CR എന്നൊരു ഇൻസ്പയർ ചെയ്തേക്കുന്നത്. ഇവിടെ NFC ടാപ്പ് വരുന്നുണ്ട്, ഫ്ലഷ് ഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടാറ്റ.EV എന്നുള്ളത് നമ്മുടെ വളരെ എന്ത് ഭംഗിയിലാണ് അവർ ഇത്തവണ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ക്വാളിറ്റി ഇഷ്യൂസ്, ടാറ്റയുടെ ക്വാളിറ്റി ഇഷ്യൂസ് പ്രോപ്പർലി തീർന്നൊരു വണ്ടിയാണ് CR EV എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിതുവരെ കണ്ടത് വെച്ചിട്ട്. പണ്ട് കാലത്തെ ആൾക്കാർ പറയുന്നത് കേൾക്കാതെ ഇപ്പം വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത്, എസ്പെഷ്യലി പുതിയ ടാറ്റയുടെ EV യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും ചോദിച്ചു നോക്കും.
കഴിഞ്ഞ ദിവസം ഒരു പഞ്ചീവ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ടാറ്റാനെ വിളിച്ചു ഫാദറിന് വേണ്ടിയിട്ട്. 4 മാസം ബുക്കിംഗ് പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പോലും. ഇത്രയും EV പുഷ് ചെയ്ത് കൊടുത്തത് നമുക്ക്. അപ്പം ആൾക്കാരത് അതുപോലെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഏതാണ്ട് 6000 ബുക്കിംഗ് കേരളത്തിൽ പെൻഡിങ്ങാണ് കൊടുക്കാൻ പറ്റാതെ. ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, നമ്മുടെ ബാക്ക് പോർഷനിലാണെങ്കിലും നമ്മൾ കണ്ട പോലത്തെ ഒരു ഡിസൈൻ സ്റ്റൈൽ തന്നെയാണ് വരുന്നത്. നമ്മൾ കംപ്ലീറ്റ്ലി റിയറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഫേവറേറ്റ് ബിറ്റാണ് കേട്ടോ ഇതിൻ്റെ റിയറിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ശരിക്കും ഒരു മിനി ഡിഫൻഡർ അല്ലെങ്കിൽ ഒരു വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് കിടക്കുന്ന പോലെ പറയാം. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈലും കൊടുത്തിരിക്കുന്നത്. ഡിസൈന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അത് റെഡ് ഡോട്ട് അവാർഡൊന്നും കിട്ടത്തില്ല, ചുമ്മാ കാശ് കൊടുത്താലൊന്നും കിട്ടുന്ന സാധനമല്ല റെഡ് ഡോട്ട് അവാർഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബൂട്ട് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് എ റിയലി ബിഗ് ബൂട്ട് സ്പേസ്. ഏതാണ്ട് 600 സംതിങ് വരുന്നുണ്ട്. എത്രയാണ് 625 സംതിങ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. എത്രയാണെന്നുള്ള അകല് താണ്ട് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചു തരും. ഞാൻ നമ്പേഴ്സിലല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു ഗോളെന്ന് പറയുന്നത്. ഇനി ഇങ്ങോട്ട് വന്നടാ, ഇവിടെ താണ്ടേ നമുക്ക് അങ്ങ് താഴെ പോയിട്ടുണ്ട്. ഇവിടെ താണ്ട നമുക്കൊരു പവർ ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ 12 വോൾട്ടിൻ്റെ സോക്കറ്റ് ഉണ്ട്. ഇത് നമ്മുടെ വെഹിക്കിൾ ലോഡ്, അതായത് വണ്ടീനെ ഒന്നെങ്കിൽ വേറൊരു വണ്ടിയിലേക്ക് നമുക്കിത് ഇവിടുന്ന് കുത്തി ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്കൊക്കെ വെഹിക്കിൾ ലോഡ് വീടൊക്കെ പവർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് താണ്ടെ ഇലക്ട്രിക്കലിയാണ്. ഞാൻ നിൽക്കാൻ പോവാണേ. അയ്യാ, പ്രശ്നമൊന്നുമില്ല, ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ്ട് ഇത് കണ്ടായിരുന്നല്ലോ അല്ലേ നിങ്ങൾ? ഈ ലൈറ്റ്സ് കണ്ടായിരുന്നല്ലോ. അതിൽ ഇപ്പോൾ ഷോർട്സ് കാണിച്ചു തരും. ഇതിങ്ങനെ പൊങ്ങുന്ന സമയത്ത് ഇവിടെ വേറെ ലൈറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരവിടെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചാർജിങ്ങിൻ്റെ സോക്കറ്റ് നോക്കി കഴിയുമ്പോഴത്തേക്കും താണ്ടെ ഇവിടെ ഒരു ലൈറ്റ്സ് കൊടുത്തേക്കുന്നുണ്ടോ? ഇതെന്തിനാണെന്നറിയാം? നമുക്ക് താണ്ടെ പച്ചയാണെങ്കിൽ ചാർജ് ചെയ്യുന്നുണ്ട്, പിന്നെ ചുമലയാണെങ്കിൽ എററാണ്, നീലയാണെങ്കിൽ കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻസും ഒക്കെ തരും. അതാണ് ഇവൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റീരിയറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവൻ്റെ കീ എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻസ് ഫീച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. സമൻ മോഡുണ്ട്. നമുക്ക് വേണേൽ വണ്ടീനെ കമ്മിയർഡ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്താൻ പറ്റും, അല്ലെങ്കിൽ തിരിച്ച് പോടാന്ന് പറഞ്ഞ് തിരിച്ച് പോകാൻ പറ്റും. ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ഇവൻ്റെ ബാക്ക് സ്പേസും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിയാറ EVയുടെ ഒരു റിയർ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. വളരെയധികം സ്പേഷ്യസ് ആണ്. അതിലുപരി നമുക്ക് നോട്ടീസ് ചെയ്യുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ ഈ തൈ സപ്പോർട്ട് കണ്ടോ, നമ്മളിരിക്കുമ്പോൾ നമ്മളെ കംഫർട്ടബിൾ ആക്കി ഇരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇത് ഭയങ്കര, അതായത് മിഡിൽ പോർഷൻസ് ഒക്കെ വളരെയധികം കുഷനിയാണ്. എന്നാൽ സൈഡ് കുറച്ചുകൂടെ സ്റ്റിഫൻഡായിട്ട് നമ്മളെ ആ ഒരു പൊസിഷനിൽ കൃത്യമായിട്ട് പിടിച്ചിരുത്തുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും ആ ഒരു ഡിസൈൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽ സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ സ്വിച്ച് അല്ല, ഇതിന് പഴയ സ്വിച്ചസ് ഏതിനായിരുന്നു പുതിയ സ്വിച്ച് കൊടുത്തേക്കുന്നത്? ഇതിനെന്താണല്ലോ പഴയ സ്വിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. മറ്റേതിന് ഞാൻ വലിയ ഫാനല്ല. ദിസ് ഈസ് റിയലി ഗുഡ്. ഇവിടെ താണ്ടൊരു സൺവൈസർ കൊടുത്തിട്ടുണ്ട്. JBLൻ്റെ സ്പീക്കറാണ്, അതിന് ചെറിയൊരു എലമെൻറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പനാറോമിക് സൺറൂഫാണ്, ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇവിടെ താണ്ടൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും മൊത്തത്തിൽ ഭയങ്കര രസമുള്ള, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ നമ്മൾ വളരെ ഹൈറ്റിലിരിക്കുന്നു. ഇപ്പോൾ മേ ബി നിങ്ങൾ ഡിഫൻഡിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. ഇന്റേണൽ ബീഡിംഗ് ആണ് കേട്ടോ ഇതിന് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് പുറത്ത് വേറെ ബീഡിങ്സ് ഒന്നും കാണാത്തത്. അപ്പോൾ ഞാൻ താണ്ടെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയി, 2 AC വെൻറ്റ്സ് വരുന്നുണ്ട്. 65 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ഒരു നോർമൽ ചാർജറും കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനാണ്, അത്യാവശ്യം മാക്സിമം ഇറക്കിയിട്ടുള്ള ഡ്രൈവിംഗ് പൊസിഷനാണ്. എന്നിട്ട് നമുക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ലൈറ്റ്സ് ഒക്കെ താണ്ടെ നമുക്ക് ലൈറ്റിൽ തന്നെയാണ് പ്രസ് ചെയ്യേണ്ടത്, എന്നാൽ അത് ടച്ച് അല്ല. അതുകൊണ്ട് കൂടുതൽ കംപ്ലയിൻസ് ഒന്നും വരും എന്നുള്ളൊരു പ്രശ്നം വേണ്ട. ടച്ചിനൊക്കെ യൂഷ്വലി ഏത് മോഡൽ ഏത് കമ്പനിയുടെയും ഇഷ്യൂസ് ഉള്ളതാണ്. അത്യാവശ്യം നല്ല ഹെഡ് റൂം വരുന്നുണ്ട്. 2 സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡോർ അടയ്ക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് നിങ്ങൾ നോക്കണേ, പക്കാ പ്രീമിയം കാർ. ഇനി നമുക്ക് ഡ്രൈവിംഗ് സീറ്റ് കയറിയിരുന്ന് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓഫ് കോഴ്സ് കീ പോക്കറ്റിലിട്ടാൽ മതി, വേറെ പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും രണ്ട് പ്രീമിയം കാസിലൊക്കെ കാണുന്ന പോലെ നമുക്ക് കുറച്ചുകൂടെ ഇപ്പോൾ ശരിക്കും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടിയിലൊക്കെ ഇപ്പോൾ പഴയ വണ്ടി അനിലിനൊക്കെ ഓടിച്ചിട്ട് വന്നു നമ്മളൊക്കെ സീറ്റ് ഭയങ്കര കയറ്റിയായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കയറിയിരിക്കുമ്പോൾ നമ്മുടെ മുട്ടുമൊക്കെ ഇവിടെ ഇടിക്കാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വലിയ ലക്ഷറി കാറിലൊക്കെ കാണുന്ന പോലെ പ്രോപ്പറായിട്ട് അത് നമ്മൾ ബാക്കിലേക്ക് വരും. അത് കഴിഞ്ഞ് നമ്മൾ കയറി ഇരുന്ന് ഓൺ ആക്കുമ്പോഴത്തേക്കും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന മെമ്മറി അനുസരിച്ച് ഫ്രണ്ടിലോട്ട് വരും. ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അഡീഷണൽ ഇതെങ്ങനെയാണ് ഇത് ഓപ്പണാണ്, സോറി ഗൈസ്, അഡീഷണൽ ആയിട്ടുള്ള തൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ദിസ് എ മസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റും. അത് മാത്രമല്ല അതിൻ്റെ സീറ്റിംഗ് ആണെങ്കിലും പ്രോപ്പറായിട്ട് നമ്മളെ പിടിച്ചിരിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. രണ്ടും ഇത് മാത്രമല്ല, നമ്മുടെ കോ പാസഞ്ചർ അതായത് അഖിലിൻ്റെ സീറ്റിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇലക്ട്രോണിക് അല്ലെങ്കിൽ പവർ ആയിട്ടുള്ള സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിലും നല്ല വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കയറി ഇരിക്കുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ഹൈറ്റി പൊസിഷനിലേക്ക് ഇരിക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇതിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓഫ് കോഴ്സ് ഇതൊരു ഹൈറ്റുള്ളൊരു വെഹിക്കിളാണല്ലോ. മറ്റേ ആരോ പണ്ട് പറഞ്ഞല്ലേ, പവറുള്ള വെഹിക്കിളിന് പവറുണ്ട്, പവർ കുറവുള്ള വെഹിക്കിളിന് പവർ കുറവാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇതാണ് സിയാറ EVയുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ സിയാറ EV എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളെ ഇവൻ വിഷ് ചെയ്യുന്നത്.
ഓഫ് കോഴ്സ് 3 സ്ക്രീൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും എല്ലാ മോഡലിലും കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഏറ്റവും ഫുൾ ഓപ്ഷൻ മോഡൽസിലായിരിക്കും ഈ 3 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മിററുകൾ നമ്മൾ കയറുന്നതനുസരിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഡ്രൈവിംഗ് മോഡ്സ് എന്താണെന്നുള്ളത് ഞാൻ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞുതരാം. എ സിയുടെ സ്വിച്ചസ് എല്ലാം ഓഫ് കോഴ്സ് ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഫിസിക്കൽ ബട്ടൻ്റെയാണ് കുറച്ചും കൂടി ഒരു ഫാനായിട്ട് വരുന്നത്. നിങ്ങൾ അതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. 65 വാട്ടിൻ്റെ ഒരു സ്പീഡ് ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജർ വരുന്നുണ്ട്. ഇത് ഇവൻ്റെ NFC കാർഡാണ് കേട്ടോ. ഇത് പോക്കറ്റിലിട്ടാൽ മതി. ഇല്ലെങ്കിൽ IR എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ഇത് ശരിക്കും ഒരു തേർഡ് പേഴ്സൺ, ഇവിടെ ഇരിക്കുന്ന ആൾക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആൾക്കേ അത് കാണാൻ പറ്റും. നമ്മൾ റൺ ചെയ്യുമ്പോൾ അത് അല്ല സിനിമ എന്തെങ്കിലും പ്ലേ ആണെങ്കിൽ നമുക്കത് ഒത്തിരി വിസിബിൾ ആവത്തില്ല. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിസൈന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കോക്പിറ്റാണ് CRIയുടെ എന്ന് പറയാൻ പറ്റും. അതാണ്ട് നമ്മൾ മറ്റേ കണ്ട ഒരു ഡിസൈൻ തന്നെ. ഇതിൻ്റെ അകത്തൊന്നും വലിയ ചേഞ്ചസ് വന്നിട്ടില്ല. ചേഞ്ചസ് വന്നിരിക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ ആ പാനറോമിക് സൺറൂഫിൻ്റെ അതിലൊക്കെ കൂടെ ഒരു ആംബിയൻ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് CRI വെച്ച് നോക്കുമ്പോൾ CRI EV വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ശരിക്കും തെറ്റല്ലേ? 360 അല്ലല്ലോ, 540 എന്നല്ലേ വരണ്ടേ? അതുകൊണ്ട് നമ്മൾ 540 ഡിഗ്രി ക്യാമറയാണ് വരുന്നത്. അതിൽ നമുക്കിവിടെ ദാണ്ട സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ട്രാൻസ്പെറൻറ്റ് വ്യൂ ഓണാക്കിയിട്ടാൽ മതി. കണ്ടോ? അപ്പോൾ നമുക്ക് അടിയിലുള്ള സാധനങ്ങളും കൂടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അത് റണ്ണിങ്ങിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ക്യാമറ മൂവ് ചെയ്യുന്നുള്ളൂ. ഇതുണ്ടോ? ഇതിന് നമ്മൾ സ്റ്റിയറിങ്ങിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ല. അതായത് ക്യാമറ ഫിസിക്കലി മൂവ് ചെയ്യുന്നുണ്ട്. ഇത് CRI EVക്കകത്ത് മാത്രമേ ഉള്ളൂ, മറ്റേ ഇതിൻ്റെ അകത്തില്ല. നോർമൽ CRI ICൻ്റെ അകത്ത് വരുന്നില്ല. അപ്പോൾ ഞാൻ താണ്ട വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് തോന്നിയൊരു കാര്യം ഞാൻ കണ്ടു. അതായത് ഇപ്പോൾ എക്കോ മോഡിലാണ് കിടക്കുന്നത്. ഞാൻ താണ്ട ജസ്റ്റ് AC ഒന്ന് ഓഫ് ചെയ്തു. 589 കിലോമീറ്റർ റേഞ്ചാണ് കാണിക്കുന്നത്. ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്നലെ മീഡിയ ഡ്രൈവ് ചെയ്ത ആൾക്കാരുടെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ വെച്ചിട്ടാണ് അവനെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ഇത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട. നമുക്ക് ഈ വണ്ടിക്ക് ഒരു 500 കിലോമീറ്റർ കിട്ടും, അല്ലെങ്കിൽ 450 കിലോമീറ്റർ കിട്ടും. അത് കൂടുതൽ എന്താ വേണ്ടത്? നമുക്ക് ഇന്ന് റേഞ്ച് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. റേഞ്ച് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. റീലായിട്ടായിരിക്കും റേഞ്ച് ടെസ്റ്റ് ഇടുന്നത്. ഇതിൻ്റെ അകത്ത് പറയാം എത്ര കിട്ടിയെന്നുള്ളത്. ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാം. മറികെ ഇനി ഇവളെ വീഡിയോക്കകത്ത് കാണിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞു. ഞാനില്ലേ നമ്മുടെ സാങ്ച്വറി എഡിഷൻ്റെ റിവ്യൂ എടുക്കാം. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു സാങ്ച്വറി എഡിഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞാൽ ശരിക്കും വേണ്ട ഒരു കോൺസെപ്റ്റാണ്. നാഷണൽ പാർക്സിലൊക്കെ ഈ പറഞ്ഞാൽ ആനിമൽസിന് ശല്യമായിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു EV, അതായത് സഫാരി വെഹിക്കിൾസ് ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണിത്. റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അതിൽ ചവിട്ടി കയറിക്കടി, അതിൽ ചവിട്ടി കയറി. ഡിഫറൻറ്റിൻ്റെ പോലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ താണ്ട റിവ്യൂ ചെയ്യാൻ പോകുന്ന നേരത്ത് താണ്ട മഴ ആയതുകൊണ്ട് ഇവള് താണ്ട മഴയത്ത് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ താണ്ട പ്രശ്നമില്ല, നമ്മുടെ കയ്യിൽ CRIയുടെ EV ഉണ്ട്. നമ്മൾ ഹോൾഡ് ഞെക്കി അൺലോക്ക് ഞെക്കി താണ്ട ഫ്രണ്ടിലേക്ക് വിളിക്കുവാണ് അവനെ. വാടാ കുട്ടാ, വരണടാ മോനെ, നീ വാടാ കുട്ടാ. ഇച്ചിരി മടിയാ വരാൻ. വാടാ. അപ്പം ഞാൻ ജസ്റ്റ് റിവ്യൂവിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലല്ലാത്ത ഒരു ഹൈവേയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തോട്ടിലേക്ക് നിങ്ങളെ ജസ്റ്റ് ഞാൻ എന്താണ്ട് AC ഒന്ന് ഓഫ് ചെയ്തു. എന്തിനാണ് നിങ്ങൾ ചോദിക്കുമായിരിക്കും. എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫാനും ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അകത്തൊരു ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ആ മോഡ് ഇട്ടതേ ആ റേഞ്ച് പറഞ്ഞ് കണ്ടോ. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ 504 ന്യൂട്ടൺ ടോർക്ക് വരുന്നത്. ടോർക്ക് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സൈഡിൽ കൂടെ വണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടിയോ? ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ഫോർ ഇറ്റ്. നമ്മൾ സ്പീഡ് ലൈനിൽ കയറി. ഇതുണ്ടല്ലോ, ഇതിൻ്റെ സ്പീഡോമീറ്റർ എന്തോ എററുണ്ടെന്ന് തോന്നുന്നുണ്ട്. സെക്കൻഡുകൾക്കുള്ളിലാണ്. ശരിയാ, 0 to 100 in 5.8 seconds. അത് കഴിഞ്ഞിട്ട് അവൻ നിൽക്കുന്നില്ല. ഹീസ് നോട്ട് സ്റ്റോപ്പിംഗ് അറ്റ് ദാറ്റ് സ്പീഡ്. 170 വരെ ഇന്നലെ ട്രാക്കിൽ പോയപ്പോൾ 170, 180 വരെ ഇവൻ വളരെ അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എനിക്കൊന്നും കൂടെ നിങ്ങൾക്ക് അന്ന് കാണിച്ചു തരണം ആ ഒരു ഇൻറ്റൻസ് ടോർക്ക് എന്താണെന്നുള്ളത്. പക്ഷേ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫീൽ ലൈക്ക് ഭയങ്കരമായിട്ട് തിരക്കാണിപ്പം. ഈ ലോറിയുടെ മുകളിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണുന്നുണ്ട്. നോക്കണം. സ്വിഫ്റ്റ് മാറി. എൻ്റെ ദൈവമേ. ബ്രേക്കിംഗ് എഫിഷ്യൻസി ആണെങ്കിലും താണ്ടെ ഇതുപോലെ അടിപൊളി. ഒറ്റപ്പെടുത്ത് ഞാൻ പിടിക്കുന്നില്ല, ബാക്കിൽ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ താണ്ടെ തിരിച്ച് എക്കോ മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്ലോയിൽ പോകുന്നുണ്ട്. ലെറ്റ്സ് യൂസ് ദ സ്ലോ ലൈൻ റൈറ്റ് നൗ. അപ്പോൾ ഇതിൽ 3 ഡിഫറെൻറ്റ്, അതായത് നമ്മൾ ഓൺ റോഡിനും കുറേ മോഡ്സ് ഉണ്ട്, ഓഫ് റോഡിലും കുറേ മോഡ്സ് ഉണ്ട്. ഓഫ് റോഡിൽ മഡുണ്ട്, നമുക്ക് സാൻഡ് മോഡുണ്ട്, നമുക്ക് വെറ്റ് മോഡുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് മോഡ്സ് ഓഫ് റോഡിൽ ഇവന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓൺ റോഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു എക്കോ മോഡുണ്ട്, ഒരു സിറ്റി മോഡുണ്ട്, ഒരു സ്പോർട്സ് മോഡുണ്ട്, ഒരു സാധനം കൂടെ ഉണ്ട് ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ബൂസ്റ്റിലിട്ടു. അഖില എന്നെ കാണിക്കുക നീ.
അവനവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ നല്ല ബൂസ്റ്റ് മോഡ് ഇപ്പോൾ ഓഫ് ചെയ്തു. അതായത് അതുപോലെ ഇൻറ്റൻസ്. അതായത് ഒരു കാര്യമുണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ബിൽഡ് ആയിട്ടുള്ള ഒരു EV ആണ് നമ്മുടെ CR-iV എന്ന് പറയുന്നത്, പ്രൗഡ് 5.8 സെക്കൻഡ്സ്. അപ്പോൾ ഇത് 2 വേരിയൻസിൽ അവൈലബിൾ ആണ്. ഒന്ന് നമ്മുടെ ക്വാഡ് വീൽ ഡ്രൈവ് എന്ന് പറയുന്നൊരു വേരിയൻറ്റും, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഓപ്ഷനും. 2 ബാറ്ററി പാക്ക് ഉണ്ട്. 63 kWh ബാറ്ററി പാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 75 kWh വരുന്നുണ്ട്. ഇതിപ്പോൾ 75 kWh ക്വാഡ് വീൽ ഡ്രൈവ് വരുന്ന വേരിയൻ്റ് ആണ്. ഓഫ് കോഴ്സ് ഏറ്റവും ടോപ്പൻ വേരിയൻറ്റ് വരുന്നതാണ്. ബേസ് വേരിയൻറ്റ് വരുമ്പം പ്യൂർ എന്ന് പറഞ്ഞ വേരിയൻറ്റ് 18.79 18.89 ലാക്സിനാണ് കമ്പനി ലോഞ്ച് ചെയ്തേക്കുന്നത്. 20 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ നമുക്ക് കൊച്ചിയിൽ ഓൺ റോഡിൽ കിട്ടുക ഒരു മോഡൽ എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി ഫീച്ചർ റിച്ച്. അതായത് ചുമ്മാ പേരിനുള്ളതല്ല, 2 സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഫീച്ചർ റിച്ച് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു വേരിയൻ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്യൂർ എന്ന് പറയുന്നത്. പ്യൂറസ് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്താണ്ട് ഇലക്ട്രോണിക് ആയിട്ടുള്ള ഫോൾഡബിൾ വരും, അതുപോലെ തന്നെ സൺറൂഫും കൂടെ വരുന്നുണ്ട്. പ്യൂറസിൻ്റെ അകത്ത് വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അവരെന്തിനും അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും പ്യൂർ പ്ലസ് തൊട്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്യൂറസ് ആയിരിക്കും എടുക്കുന്നത്. ഇനി അതല്ല, ഏറ്റവും ടോപ്പൻ വേരിയൻറ്റിലേക്ക് വരുമ്പോഴാണ് ഈ മോഡലാണ്ട് 24 പ്ലസ് ആൻഡ് 1.2 ക്വാഡ് വീൽ ഡ്രൈവും കൂടെ വരുമ്പോൾ അത്രയും വരും. 25 പോയിന്റ് സംതിങ് ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു രക്ഷയില്ല, എല്ലാവിധ ഫീച്ചേഴ്സും കംപ്ലീറ്റ്. ഇതിനകത്തെ ഫീച്ചേഴ്സ് നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതാണ്ട് ഇതിലൊരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഇവൻ്റെ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ പണ്ട് ഫേസ് ചെയ്തുകൊണ്ടിരുന്നൊരു ഇഷ്യൂ ആണല്ലോ. അപ്പോൾ ഇതിന് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതായത് 120 kW വരെ ഇതിന് സപ്പോർട്ട് ചെയ്യും. ഏകദേശം 120 kW സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ 15 മിനിറ്റും കൊണ്ട് 250 കിലോമീറ്ററോടാണുള്ള റേഞ്ച് ഇവൻ ചാർജ് കയറും. കൂടുതൽ എന്താ വേണ്ടത് എനിക്കറിയത്തില്ല. പിന്നെ ഇവൻ്റെ റേഞ്ച് 75 kW കമ്പനി പറയുന്നത് 560 കിലോമീറ്റർ സംതിങ് ആണ്. C75 റേഞ്ച്, അതായത് കുറേ ആൾക്കാർ ഉപയോഗിച്ചിട്ട് ടാറ്റയുടെ ഡാറ്റ വെച്ചിട്ട് അവർ അനലൈസ് ചെയ്തെടുത്തേക്കുന്ന ഡാറ്റയാണ്. എയർ ചെയ്യേണ്ട 680-700 കിലോമീറ്റർ, ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ്. പക്ഷേ നമുക്ക് ഒരു 560 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ ആക്സലറേഷൻ ചെയ്തൊരു 100-ന് മുകളിലൊക്കെ പോയി EVയുടെ റേഞ്ച് കുറയും കേട്ടോ. ഓഫ് കോഴ്സ് അതല്ല, നമ്മളിപ്പോൾ ഒരു നോർമൽ യൂസ് കേസ് സിനാരിയാണ്, കൂടുതൽ ഹൈവേ യൂസൊക്കെ അല്ലെങ്കിൽ കൂടുതൽ സിറ്റി യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റേഞ്ച് എന്താണെങ്കിലും കിട്ടും. നമ്മളൊരു പ്രോപ്പർ ഒരു റേഞ്ച് ടെസ്റ്റ്, ഒരു സാധാരണ ഒരു റിയൽ വേൾഡ് സിനാരിയോ വെച്ചിട്ടുള്ള റേഞ്ച് ടെസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു റിയൽ വേൾഡ് സിനാരിയോ ആണോ? നമ്മളിങ്ങനെ പോകുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെങ്കിലും റേഞ്ച് കിട്ടത്തില്ല. നിങ്ങൾ അതിന് ഡ്രോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബുഗാട്ടി 8 മിനിറ്റ് കൊണ്ട് അതിൻ്റെ ഫ്യൂൽ ടാങ്ക് തീരുമെന്ന് പറഞ്ഞ പോലെ ഫുൾ പവറിൽ പോയി കഴിഞ്ഞാൽ ഏത് വണ്ടിയുടെ ആണെങ്കിലും മൈലേജ് കിട്ടത്തില്ല. സോ ദ സെയിം തിങ് ഹാപ്പൻസ് വിത്ത് EV. അത് നമ്മുടെ ഐസ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഫുൾ പെഡൽ കൊടുത്തു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് അതിൻ്റെ പെട്രോൾ തീരുന്ന. മറ്റേ വിനായകിൻ്റെ M4-ലൊക്കെ പോകണം, ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ ചില സമയത്ത് മൈലേജ് കിട്ടുന്ന ഫുൾ പെഡൽ കൊടുത്താൽ. അപ്പോൾ സോ ദ സെയിം തിങ് ഹാപ്പൻസ് വിത്ത് എവരി കാർ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പല വീഡിയോയിലും കമൻറ്റ് ചെയ്യാൻ കണ്ടത്, അതായത് ബൂസ്റ്റ് മോഡിൽ ഇടുമ്പോൾ റേഞ്ച് പറയുന്നുണ്ടെന്നുള്ളത്. അത് ഉറപ്പല്ലേ, ഓഫ് കോഴ്സ് ഉള്ള കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞു. പിന്നെ നമുക്ക് 120 kW വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 540 ഡിഗ്രിയുടെ ക്യാമറയാണെങ്കിൽ അത് ആഡ് ചെയ്ത് തരും ഇപ്പം. അതായത് നമുക്ക് അടിയൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓഫ് റോഡ് മോഡ്സ് വരുന്നുണ്ട്. V2V നമ്മൾ പറഞ്ഞ പോലെ V2V ഉണ്ട്, V12 ഉണ്ട്. 12 സിസ്റ്റം വരുന്നത്, അതായത് ഒരു സൗണ്ട് ബാർ, ബാക്ക്ലേഴ്സ്, ഓഫ് റോഡും കൂടി 12 സിസ്റ്റം വരുന്ന JBLൻ്റെ ഡോൾബി അറ്റ്മോസ് സിസ്റ്റമാണ്. ഭയങ്കര രസമാണ് ഇതിൻ്റെ മ്യൂസിക് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നാവിഗേഷൻ കണ്ടോ, ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു മാപ്പ് ഇടുന്ന സമയത്ത്, അതായത് ആൻഡ്രോയിഡ് ഓട്ടോ ആണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ മാപ്പിൽസ് ആണെന്നുണ്ടെങ്കിലും സ്മാർട്ടായിട്ട്, അതായത് എത്ര ശതമാനം ചാർജ് ഉണ്ട്, എത്ര റേഞ്ച് ഉണ്ട്, അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടുള്ളൊരു റൂട്ടായിരിക്കും കണ്ട് അവർ പ്രിഫർ ചെയ്ത് തരുന്നത്. അതായത് ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് നമ്മൾ ഇതിനെക്കുറിച്ച് ഇനി വറി ചെയ്യേണ്ട കേസില്ല, എല്ലാം ഇറ്റ് വിൽ ഡു. ഇതൊരു മസ്റ്റ് ഹാവ് ഫീച്ചറായിരുന്നു. താങ്ക് യു സോ മച്ച് ടാറ്റ ഫോർ ബ്രിങ്ങിങ് ദിസ് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ ഇനി ഇതിൻ്റെ പോരായ്മകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ അലൈൻമെൻറ്റ് നിങ്ങൾ കണ്ടോ, ഇതാണ് സ്ട്രെയിറ്റ്. അതായത് ഇവിടെ ഒരു ശകലം കൂടെ കുറച്ചും കൂടെ ഒരു അലൈൻമെൻറ്റ് ശരിയാക്കാനുണ്ട്. ഇത് ഇവർക്ക് ഫാക്ടറിയിൽ നിന്ന് ചെയ്ത് വിടാവുന്ന കേസേ ഉള്ളൂ. ഐ ഡോണ്ട് നോ വൈ ദി ആർ നോട്ട് ഡൂയിങ് ദിസ്. നമുക്ക് പുറത്ത് കൊടുത്ത് നമ്മളിതൊന്നും കൂടെ ഈ പറഞ്ഞ പോലെ അത് ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട്. എന്നാലും ഇത് ഫീഡ്ബാക്കിൻ്റെ സമയത്ത് അത് പറയാം. സ്റ്റിയറിംഗ് ചെറുതായിട്ടൊരു ഒരു കംപ്ലീറ്റ്ലി സെൻട്രൽ എന്ന് പറയുന്നത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ലെഫ്റ്റിലേക്ക് ഒരു പിടുത്തം വരുന്നുണ്ട്. ചെറിയ ഇഷ്യൂ ഉള്ളൂ, അലൈൻമെൻറ്റിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ് വളരെയധികം, നിങ്ങൾ മറ്റേ ഒരു നോർത്ത് ചാനലുണ്ട്, ടാറ്റയുടെ ഫുള്ള് കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു ചാനൽ, അവർ കഴിഞ്ഞ ദിവസം CR-iVയുടെ ലോഞ്ചിന് വന്നായിരുന്നു. അവർ പറഞ്ഞാൽ നിങ്ങളൊന്ന് കേൾക്കണം. അതായത് ഫിറ്റ് ആൻഡ് ഫിനിഷ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ശരിക്കും ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. നമ്മളൊരു 18-20 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ നിങ്ങൾക്കൊരു 4 കൊല്ലം കൊണ്ട് നിങ്ങളൊരു 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ്, അല്ലെങ്കിൽ 5 കൊല്ലം കൊണ്ട് ഒരു കൊല്ലം ഒരു 15,000 കിലോമീറ്റർ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കേസിൽ അഖിലെ ആ സേഫ്റ്റി വീഡിയോ ഒന്ന് പ്ലേ ചെയ്തേ. എൻ്റെ ദൈവം, ഇത് കൂടുതൽ എന്താ നമുക്ക് വേണ്ടത്. അതുപോലെ നല്ല അടിപൊളി സേഫ് ആയിട്ടുള്ള കാറുകളാണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഈ മറ്റേ പുറത്തുനിന്ന് തള്ളുന്ന വേസ്റ്റ് മാത്രമല്ല, എന്തുകൊണ്ടാണ് പല മാനുഫാക്ചേഴ്സും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ പണ്ട് ഞാനൊരു വീഡിയോ കണ്ടേ, ലൈക്ക് ഒരു
നമ്മുടെ ഞാൻ പേര് പറയുന്നില്ല, ആ ഒരു ചെറിയ കാറ് മറ്റേ ബുക്ക് സർക്യൂട്ടല്ല, മറ്റേ ഇവിടെയൊക്കെ പുറത്തൊക്കെ ആൾക്കാരത് യൂസ് ചെയ്യുന്നുള്ളൂ. അത് പുറത്ത് കൊടുക്കുന്ന ആ വണ്ടിയല്ല നമുക്ക് തരുന്നത്. നമുക്ക് വെയിറ്റ് കുറച്ച് നമുക്ക് മൈലേജിന് വേണ്ടിയിട്ട് വലിച്ചു നീട്ടിയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് തരുന്നത്. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ റോഡിൽ മരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അത്രയും അൺസേഫ് ആയിട്ടുള്ള വെഹിക്കിൾസാണ്. അപ്പോൾ അത് മേടിക്കാതിരിക്കുക ദയവ് ചെയ്ത്. നല്ല വെഹിക്കിൾസ് എടുക്കുക. ടാറ്റയുടെ EVs ഒക്കെ ഭയങ്കര രസമാണ്. ഞാനൊരു ഹ്യൂജ് ഫാനാണ്. ഇതും അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ജസ്റ്റ് എന്താണെങ്കിലും നമുക്ക് ഈ 450 കിലോമീറ്റർ എന്താണെങ്കിലും നിങ്ങൾക്ക് കിട്ടും മര്യാദയ്ക്ക് ഓടിച്ചാൽ. ഇപ്പോൾ ഞാൻ താണ്ട മര്യാദയ്ക്ക് ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും റേഞ്ച് കാണിക്കാൻ തുടങ്ങി. എൻ്റെ ഒരു അഗ്രസീവ് സ്റ്റൈലിൽ ഓടിച്ചാൽ അങ്ങനെയൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് കുറയും. ഓഫ് കോഴ്സ് നമുക്ക് കുറയും. അപ്പോൾ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്താൽ മതി. നമ്മൾ നോർമൽ വണ്ടിക്കകത്ത് കൂടുതൽ നമ്മൾ പെട്രോൾ അടിക്കുന്ന പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഇതിപ്പോൾ എക്കോ മോഡായിരുന്നു. ഒന്നുകൂടെ ഞാൻ ഇട്ടേക്കാം. ഈ മോഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 75-80 കിലോമീറ്റർ സ്പീഡാണേ. ഞാൻ ഒട്ടും എക്സാജറേറ്റ് ചെയ്യുന്നതല്ല. ദിസ് ഈസ് ദ പെർഫോമൻസ് ഹീസ് ഹാവിങ്. ഓ, അപ്പോൾ അത്രയും അഗ്രസീവായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തൻ്റെ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് റീജൻ കൺട്രോൾ ചെയ്യാനാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നമുക്ക് നമ്മൾ ഒരു റേസ് ലൈനൊക്കെ പിടിച്ച ആ രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വണ്ടീനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അത് യൂസ്ഫുൾ ഫീച്ചർ തന്നെയാണ് റീജൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ 3 മോഡ്സ്. ഇപ്പോൾ എക്കോ മോഡിൽ ഇടുമ്പോഴത്തേക്കും വണ്ടിയുടെ പെഡലിങ്ങിൻ്റെ റെസ്പോൺസ് കണ്ട് വളരെയധികം സ്ലോ ആവുന്നുണ്ട്. അതുകൊണ്ട് ഇത് പൊറ്റ ചവിട്ടി പക്ഷേ ഇല്ല, ഇത് നല്ല അഗ്രസീവ് പവറാണ്. ക്വാഡ് വീൽ ഡ്രൈവ് അല്ല, 2 മോട്ടർ ഉള്ളതുകൊണ്ട് കാല് കൊടുത്താൽ വണ്ടി കയറിക്കോളും. ഇതിൻ്റെ റിയർ വീൽ ഡ്രൈവ്, അതായത് ഇതിൻ്റെ സിംഗിൾ മോട്ടർ വരുന്നത് ഇതാ ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം. ഇത് കേട്ടോ, ഇത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ടാറ്റ ഇത് പ്രൊഡക്ഷൻ കാർ അല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലാതെ നമ്മൾ വരുന്ന സമയത്ത് അത് ഓക്കെ ആയിക്കോളും. പിന്നെ നാവിഗേഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഇതിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് കണ്ട് ഇതിലേക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാനൊരു ഡ്രൈവിംഗ് പോയിന്റ് ഓഫ് വ്യൂ ആണ് കാണിച്ചു തരുന്നത്. കണ്ട വലിയ സൺറൂഫ് വരുന്നുണ്ട്. അനിലെ ബാക്ക് എങ്ങനെ ഉണ്ട്? അനിലി ഇഷ്ടപ്പെട്ടോ? കംഫർട്ടബിൾ ആണോ? ആംബ്രസ്റ്റിലൊക്കെ സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? മടുക്കുന്നുണ്ടോ? ഇല്ല. സ്പേസ് വളരെ സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. അപ്പം അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ടാൽ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈനിങ് തന്നെ ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ഭയങ്കര അധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരിക്കലും ഐസ് വണ്ടി എടുക്കത്തില്ല. ടാറ്റേനെ എനിക്ക് ഐസ് വണ്ടി തരുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ ഐസ് എടുക്കില്ല. അത് ടാറ്റയുടെ എന്നുള്ളതല്ല, ഒരു കാർ മാനുഫാക്ചേഴ്സിൻ്റെ ഒരു 25 ലക്ഷം രൂപയ്ക്ക് കണ്ടുള്ള ഞാൻ ഐസ് റെക്കമെൻഡ് ചെയ്യത്തില്ല. ഐ വിൽ ഓഫ് കോഴ്സ് റെക്കമെൻഡ് ദ EV. ഇപ്പോൾ EV അതായത് പണ്ട് ഡിമോണിറ്റൈസേഷൻ നടന്ന സമയത്ത് നമ്മളെല്ലാം ഡിജിറ്റൽ പേയ്മെൻറ്റിലേക്ക് കംപ്ലീറ്റ്ലി ഒരു കൺസ്യൂമർ ഷിഫ്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കൺസ്യൂമർ ഷിഫ്റ്റ് വന്നെന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ സമയം വർക്ക് ഫ്രം ഹോമിലേക്ക് ഷിഫ്റ്റായി. മൂന്നാമത് ഇപ്പോൾ ഒരു ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. EVയിലേക്കുള്ള വലിയൊരു അഡാപ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാർ നടന്നപ്പോൾ പെട്രോളിൻ്റെ ഒക്കെ വില എവിടെ കയറി നമ്മൾ കണ്ടല്ലോ. പിന്നെ മാത്രമല്ല മറ്റേ എത്തനോൾ പെട്രോൾ വന്നപ്പോഴത്തേക്കും 20% ഡ്രോപ്പ് വന്നിരിക്കുന്നു മൈലേജിൻ്റെ. നമ്മളതിനെക്കുറിച്ച് കൂടുതലൊന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് പെയ്ഡ് പ്രൊമോഷനൊക്കെ വന്നായിരുന്നു കേട്ടോ എത്തനോളിനെ കുറിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ ചെയ്തിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അത് എത്രമാത്രം യൂസ്ഫുൾ ആവുന്നുള്ളൂ. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് എൻ്റെ മൈലേജ് ഡ്രോപ്പൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇപ്പോൾ ലിജോയുടെ മറ്റേ ഗ്ലാൻസ 16 കിലോമീറ്റർ ആവറേജ് കിട്ടിക്കൊണ്ടിരുന്ന അവൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിൽ. അപ്പോൾ അത് 14 ഏകദേശം കറക്റ്റ് ഒരു 10-15% ഡ്രോപ്പ് കറക്റ്റാണ് പറഞ്ഞു തന്നെ. അപ്പോൾ ഒരു 80 ഒക്കെ ആയത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ EV എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ബെസ്റ്റ് ടെക്നോളജിയാണ്. നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യമേ ഉള്ളൂ. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്നെ വിശ്വസിച്ച് കുറേ ആൾക്കാർ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിലേക്ക് പോയിട്ടുണ്ട്. ടിയാഗോ EV, പഞ്ച് EV. അപ്പം അതുപോലെ എൻ്റെ അടുത്ത് പലരും റെക്കമെൻഡേഷൻ ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും, ബ്രോ ഞാൻ ഈ വണ്ടി എടുക്കാം, ആ വണ്ടി എടുക്കാം. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്ക്. ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പി ആവുന്നുള്ള ഉറപ്പാണ്. മാത്രമല്ല ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളും കൂടെ ഇടുക നമ്മുടെ മൊത്തം ഒരു സ്മൈൽ വരും. അപ്പോൾ അതൊക്കെയാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പിന്നെ സമൻ മോഡുണ്ട്, ഓട്ടോ പാർക്ക് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കില്ല അല്ലേ? വണ്ടി ഏതെങ്കിലും ഒരു പാർക്കിംഗ് സ്പോട്ടിനെ നമ്മൾ പിടിച്ച് നിൽക്കാൻ മതി, വണ്ടി ഓട്ടോമാറ്റിക്കലി കൊണ്ട് അതിൻ്റെ അകത്ത് പാർക്ക് ചെയ്തോളൂ. 2-3 കോടി രൂപയുടെ വണ്ടിക്കകത്തുണ്ടായിരുന്ന ഫീച്ചേഴ്സാണ്. നമുക്ക് റിമോട്ടിൽ സമൻ മോഡിൽ നമുക്ക് വണ്ടീനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. ഇന്ന് മറ്റേ ഞങ്ങൾ പോർച്ച് ചെയ്യുന്നപ്പോൾ മഴ പെയ്തു, ഞാൻ അതിൽ വെച്ചിട്ട് വണ്ടീനെ ഇങ്ങോട്ട് കോൾ ചെയ്തു, അതിൻ്റെ വീഡിയോ അതിൽ പാഡ് ചെയ്ത് തരും. അപ്പോൾ കംപ്ലീറ്റ്ലി ഫീച്ചർ റിച്ച് ആണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു പേ എന്ന് പറഞ്ഞൊരു സാധനം കണ്ട് കൊടുത്തിട്ടുണ്ട്. വണ്ടി ഓട്ടോമാറ്റിക്കലി ഇടുമ്പോൾ ഇതിൻ്റെ അകത്തൊരു UV ഉണ്ട്, അത് സ്കാൻ ചെയ്ത് നമുക്ക് ഓട്ടോ പേ ഒക്കെ വരും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. സോ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അഖിലിപ്പോൾ ആഡ് ചെയ്യും. ഇനി ആഡ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ ദീപക് രാജ്, ഡോക്ടർ ഡ്രൈവ് വിത്ത് അനിൽ ജോസ് ആൻഡ് അഖിലൻ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്. ബൈ.